ഫുട്ബോളിൻ്റെ ലോകകപ്പ് കഴിഞ്ഞാൽ ഉടനെ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് ഏറ്റവും വലിയൊരു ഉത്സവമാണ് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പോരാട്ടങ്ങൾ ഇന്ന് നടത്തിയിരുന്നത് ടീം ഓണേഴ്സായിരുന്നു. ഏറ്റവും നല്ല മികച്ച താരങ്ങളെ അവരുടെ ടീമിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ടുള്ള ബുദ്ധിപരമായ തന്ത്രപരമായ വാശിയേറിയ പോരാട്ടമാണ് ഇന്ന് നടന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാം സീസണിലുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് നമ്മൾ പൂർത്തിയായല്ലോ അല്ലേ? ആരംഭിക്കാനുള്ള അതെ അത് നമുക്ക് എപ്പോഴും ഒരു തുടക്കത്തിലാണല്ലോ നമ്മുടെ ഒരു ടെൻഷനൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേഡിയം എങ്ങനെ ഉണ്ടായിരിക്കും, ഇപ്പോൾ നമ്മുടെ മറ്റ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ അങ്ങനെയെല്ലാം ഉള്ളൊരു ആങ്സൈറ്റി നമുക്കുണ്ടാവും. ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും കുറച്ച് റിലാക്സ്ഡാണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ക്രിക്കറ്റ് ഫാൻസ്, ഇനി അവിടെ വരുന്ന ഫാൻസിന് കഴിഞ്ഞ 2 വർഷങ്ങളിലേക്കാളും ഉപരിയായിട്ട് അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഇനി എന്തൊക്കെ അഡീഷണലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇൻറ്റേർണലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ സീസണിൽ നമുക്ക് വിഘ്നേഷ് പുത്തൂർ ഉണ്ടായിരുന്നു IPL താരം. രണ്ടാം സീസണിലേക്ക് എത്തിയപ്പോൾ ആരെയും കാണാത്തപ്പോൾ നമുക്കൊരു നിരാശയുണ്ട്. പക്ഷേ മൂന്നാം സീസൺ കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇല്ല, തീർച്ചയായും ഗെയിം ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്തു വരും. നമ്മുടെ കുട്ടികളും ആദ്യം KCL സീസൺ 1 കളിക്കുമ്പോൾ ലൈറ്റ്സിൻ്റെ താഴെയുള്ള കളിയായിരുന്നു, ഫ്ലഡ് ലൈറ്റിൻ്റെ കീഴിലുള്ള കളിയായിരുന്നു. അന്ന് അവർക്കും പ്രത്യേകിച്ച് ഒരു സഭാകമ്പമൊക്കെ ഉണ്ടായിരുന്നു കാണുമല്ലോ. പക്ഷേ അതിൽ നിന്നും മാറി അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കൂടാതെ KCA കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ തന്നെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി 3 സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റ് ഇട്ടു, 2 കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതൽ താരങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് KCA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ്സ് കൂടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 സീസണിലേക്കാളും മികച്ചതായിരിക്കും. ശരി, അതാണ് വിനീഷ. എന്തായാലും താരലേലം പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട താരങ്ങൾക്കപ്പുറത്തേക്ക് വെട്ടിക്കെട്ട് നടത്തുന്ന താരങ്ങൾ, ഫീൽഡിൽ നല്ല എനർജിയായി നിൽക്കുന്ന താരങ്ങൾ, അവരെയൊക്കെ നോട്ടമിട്ടായിരുന്നു ഫ്രാഞ്ചൈസികൾ വന്നത്. കൃത്യമായി ഞാൻ എല്ലാ ടീമുകളുമായി സംസാരിച്ചു, ഫ്രാഞ്ചൈസികളുമായി സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾ ആരെ ലക്ഷ്യമിട്ട് വന്നോ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആരെങ്കിലും നേരിയ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പോയിട്ടുണ്ടോ അതിനപ്പുറത്തേക്കുള്ള ആളുകളെ ഞങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കളത്തിൽ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.